വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ വരുന്നു പാണക്കാട്ട് നിന്ന്. വി.ഡി. സതീഷിന് അനുകൂല നിലപാടുമായി മുസ്ലിം ലീഗ് തീരുമാനം സോണിയാഗാന്ധിയെ സാദിഖ് അലി ശിഹാബ് തങ്ങൾ അറിയിച്ചു. ഘടകകക്ഷികളുടെ തീരുമാനം അറിയാൻ സോണിയാഗാന്ധി തങ്ങളെ വിളിച്ചപ്പോഴാണ് നിലപാട് അറിയിച്ചത്. അതിനിടെ മുസ്ലിം ലീഗ് അടിയന്തര നേതൃയോഗം അല്പസമയത്തിനകം പാണക്കാട്ട് ചേരും. മുഹമ്മദ് അസ്ലം പാണക്കാട്ട് നിന്ന് വിശദാംശങ്ങളുമായി. അസ്ലം, എപ്പോഴാണ് സോണിയാഗാന്ധി സാദിഖ് അലി ശിഹാബ് തങ്ങളെ വിളിച്ച് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ആരാഞ്ഞത്? അതൊരു അഭിപ്രായം ആരായൽ മാത്രമായിരുന്നു, അതോ ഒരു പേരിലേക്ക് നിലവിൽ ഹൈക്കമാൻഡ് എത്തിച്ചേർന്നിട്ടുണ്ട്, ആ പേരിനുള്ള പിന്തുണ തേടലായിരുന്നോ? എന്താണ് സംഭവിച്ചത്? സാദിഖ് അലി തങ്ങളുടെ മറുപടി എന്തായിരുന്നു? എപ്പോഴത്തേക്ക് ഈ അടിയന്തര നേതൃയോഗം തുടങ്ങും? നമ്മൾ നിൽക്കുന്നത് ഇപ്പോൾ പാണക്കാട് സാദിഖ് തങ്ങളുടെ വസതിയിലാണ്. ഇവിടെയാണ് നിർണായകമായ ലീഗിന്റെ നേതൃയോഗം 10 മണി പറഞ്ഞിരിക്കുന്നു. ഒരു പക്ഷേ 10:15 അല്ലെങ്കിൽ 10:30 തന്നെ നേതൃയോഗം ചേരും. പ്രധാനപ്പെട്ട നേതാക്കൾ എത്തിച്ചേരും. ഇതുവരെ ഏറ്റവും പുതിയ വിവരം എന്ന് പറയുന്നത് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്ക് സോണിയാഗാന്ധിയുടെ കോൾ ഇന്നലെ രാത്രി വൈകി വന്നു എന്നുള്ളതാണ്. ചർച്ചകളുടെ ഒരു ഘട്ടത്തിൽ മുസ്ലിം ലീഗിന്റെ അവസാനഘട്ട നിലപാട് കൂടി അറിയാനാണ് സോണിയാഗാന്ധി വിളിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. അർത്ഥത്തിൽ ജനവികാരം സതീഷിനൊപ്പമാണ്, അതുകൊണ്ട് തന്നെ സതീഷിനെ ആക്കുന്നതായിരിക്കും നല്ലതെന്ന മുസ്ലിം ലീഗിന്റെ നിലപാടിൽ ഉറച്ചു നിന്നു സാദിഖ് അലി തങ്ങൾ, അല്ലെങ്കിൽ മുസ്ലിം ലീഗ് എന്നതാണ് നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ലീഗ് ഒരു ഘട്ടത്തിൽ പോലും വി.ഡി. സതീഷിന് അനുകൂല നിലപാടിൽ മാറിയിട്ടില്ല. അത് അവസാനം വരെയും നിലനിൽക്കുന്നുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്വാഭാവികമായിട്ടും അത് അഭിപ്രായം തേടുക മാത്രമായിരുന്നു എന്നാണ് മനസ്സിലാക്കണം. കാരണം അവർ ഇന്നത്തെ 11 മണിയോട് മീറ്റിംഗോടുകൂടി ഡൽഹിയിൽ തീരുമാനമാകുന്നു എന്നാണ് അറിയുന്നത്. അതേസമയം തന്നെ അതിന് മുന്നോടിയായി എല്ലാവരുടെയും, നേരത്തെ പറഞ്ഞ പോലെ എല്ലാ നേതാക്കളുടെയും കേട്ടതുപോലെ തന്നെ ഘടകകക്ഷികളുടെ കൂടി അഭിപ്രായം തേടി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും സാദിഖ് അലി തങ്ങൾ വളരെ കൃത്യമായി തന്നെ ആ നിലപാട് ഉറപ്പിച്ചു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ലീഗിനെ സംബന്ധിച്ചുള്ള നിലപാടിൽ മാറ്റേണ്ട യാതൊരു സാഹചര്യവുമില്ല നിലവിലെന്ന് തന്നെയാണ്. മാത്രമല്ല ഒരുപക്ഷെ UDF-ന്റെ പ്രവർത്തകർ, മുസ്ലിം ലീഗിന്റെ മാത്രമല്ല കോൺഗ്രസിന്റെയും UDF-ന്റെ പൊതുവായ പ്രവർത്തകരുടെയും ജനങ്ങളുടെയും വികാരം അതാണെന്നിരിക്കെ എന്തായാലും ലീഗിന്റെ നിലപാടിന് കൂടുതൽ പിന്തുണയുയർന്ന സാഹചര്യം പൊതുവിൽ ഉണ്ട്. എന്തായാലും ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഇന്ന് ഇത്രയും ദിവസം വൈകുന്ന സാഹചര്യത്തിലാണ് മുസ്ലിം ലീഗ് നേതൃയോഗം വിളിച്ചുകൊണ്ട് പക്ഷേ ഇക്കാര്യത്തിൽ ഒരു അടിയന്തരമായ തീരുമാനത്തിൽ വരേണ്ടി വരും എന്ന് പറയണം. കാരണം ഒന്ന് മന്ത്രിസഭാ രൂപീകരണം ഉൾപ്പെടെയുള്ള നീങ്ങുന്നതിൽ അല്ലെങ്കിൽ നീളുന്നതിൽ പബ്ലിക്കിനുണ്ടായ, പൊതുജനങ്ങൾക്കുണ്ടായ വലിയതുള്ള ഒരു നിരാശയും ആശങ്കയും ഉണ്ട്. അത് സ്വാഭാവികമായിട്ടും ലീഗ് നേതൃത്വത്തിന് മുന്നിൽ നിരന്തരമായി എത്തുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, ഒരു MLA-മാരധികം ജനങ്ങൾ വോട്ട് ചെയ്ത് ഭൂരിഭാഗം MLA-മാർക്കും പിന്തുണ നൽകിയ ഒരു മുന്നണിയെ സംബന്ധിച്ചോളം, മുന്നണിയിലെ പാർട്ടികളെ സംബന്ധിച്ചോളം സർക്കാർ രൂപീകരിച്ചുകൊണ്ട് ഭരണം മുന്നോട്ട് കൊണ്ടുപോകാന്ന് പറയുന്ന ഭരണഘടനാപരമായ ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തം നിർവഹിക്കാത്തൊരു ഒരു മൗലികമായ പ്രശ്നം കൂടി മുസ്ലിം നേതാക്കൾ ഉന്നയിക്കുന്നുണ്ട്. നമുക്കറിയാം SLCയുടെ ഫലപ്രഖ്യാപനം 15-ാം തീയതി നടത്താനിരിക്കെ എന്തായാലും ഒരു മന്ത്രി അവിടെ ഉണ്ടാവില്ല എന്ന് പറയുന്നു. ഈ അർത്ഥത്തിൽ നിരവധി പ്രശ്നങ്ങൾ, ഭരണപരമായ സ്തംഭനം ശരിക്കും അതിലേക്ക് സംസ്ഥാനത്തെ വിട്ടുകൂടാ. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ എന്തായാലും വളരെ പെട്ടെന്നുള്ള തീരുമാനത്തിലേക്ക് പോകണം. ദിവസം കഴിയുന്തോറും ആ ജനങ്ങളുടെ ആശങ്ക എന്ന് മാത്രമല്ല മുന്നണിയിലെ പോലും പടലപ്പിടക്കങ്ങൾക്ക് കാരണമാകുന്നു. മുസ്ലിം ലീഗിനെ പല നേതാക്കളും പേരെടുത്ത് വിമർശിക്കുന്ന രീതിയിലേക്ക് വരുന്നു. ഘടകകക്ഷികൾക്ക് എന്താണ് റോളെന്ന് പ്രധാനപ്പെട്ട ചില നേതാക്കൾ ചോദിക്കുന്ന സാഹചര്യം വരുന്നു. അസ്ലം, ഇന്നിപ്പോൾ ഈ അടിയന്തര നേതൃയോഗത്തിന് ശേഷം അവരുടെ വാർത്താ സമ്മേളനം വല്ലതും ഉണ്ടാകാൻ സാധ്യതയുണ്ടോ, അതോ ഏതെങ്കിലും നേതാക്കളുടെ പ്രതികരണം മാത്രമായിരിക്കും ഉണ്ടാവുക? അത് വ്യക്തമായി പറഞ്ഞില്ല. അതേസമയം എന്തായാലും പാർട്ടിയുടെ നിലപാട് അത് അറിയിക്കും. എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ സാദിഖ് അലി ശിഹാബ് തങ്ങളും PK കുഞ്ഞാലിക്കുട്ടി അടക്കം പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ മാധ്യമങ്ങളെ കണ്ട് നിലപാട് പറയുന്നുണ്ട്. അത് ഇനി വൈകി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന കാര്യം വളരെ വ്യക്തം. എന്നാലും നമുക്കറിയാം ജില്ലാ ഭാരവാഹികളും മറ്റുമൊക്കെ കൃത്യമായി തന്നെ അതിൽ അതിർത്തി പ്രകടമാക്കിയിരുന്നു. മുനവറിൽ തങ്ങൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ അതിർത്തി പ്രകടമാക്കിയിരുന്നു. ഇനി അത്തരം ഒരു അപ്പുറത്തേക്ക് പാർട്ടിയുടെ തീരുമാനം എന്തായാലും പറയണം. അതുകൊണ്ട് തന്നെ സാദിഖ് അലി തങ്ങളും PK കുഞ്ഞാലിക്കുട്ടി ഒരുപക്ഷെ മാധ്യമങ്ങളെ കണ്ട് അവരുടെ നിലപാട് അറിയിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ നേതൃയോഗത്തിന് മറ്റ് അജണ്ടകൾ കൂടി ഉണ്ടാകും. അസ്ലം, ഇപ്പോൾ ലീഗ് മന്ത്രിമാരുടെ കാര്യത്തിൽ ഏറെക്കുറെ തീരുമാനമായി എന്നുള്ള വിവരങ്ങൾ വന്നിരുന്നു. അതൊന്നും ഷെയ്പ്പ് ചെയ്യൽ കൂടി ഇന്നത്തെ അജണ്ടയിൽ ഉണ്ടാകുമോ? ലീഗ് മന്ത്രിമാരെ കുറിച്ചുള്ള ഒരു ഔദ്യോഗിക ചർച്ച ഒരു ഇന്നത്തെ യോഗത്തിൽ തുടങ്ങിയേക്കും. നേരത്തെ തന്നെ ചില ധാരണകൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും അതിൽ ഒരു ഔദ്യോഗികമായി തന്നെ കൂടിയാലോചനകൾ തുടങ്ങി വെക്കേണ്ടി വരും. കാരണം മുഖ്യമന്ത്രി തീരുമാനം കഴിഞ്ഞാൽ പിന്നെ വളരെ വേഗത്തിൽ മന്ത്രിസഭാ രൂപീകരണത്തിലേക്ക് UDF കടക്കും. അങ്ങനെ ആകുമ്പോൾ പാർട്ടിയുടെ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് തങ്ങളെടുത്തിരിക്കുന്ന നിലപാടനുസരിച്ച് അല്ലെങ്കിൽ ലീഗിന്റെ നിലപാടനുസരിച്ച് ആണ് മുഖ്യമന്ത്രി ചർച്ച വരികയാണെങ്കിൽ എങ്ങനെ, അല്ലെങ്കിൽ എന്ത് നയസമീപനം സ്വീകരിക്കണം, ഇത് രണ്ടും ചർച്ച ചെയ്യും. അതോടൊപ്പം തന്നെ മന്ത്രിമാർ ആരൊക്കെ, ഏതൊക്കെയാണ് ചോദിക്കേണ്ടത്, ഏതൊക്കെ വകുപ്പുകൾ എന്തെങ്കിലും മാറ്റം
ആവശ്യപ്പെട്ടാൽ എങ്ങനെ സമീപനം സ്വീകരിക്കണം, അതോടൊപ്പം തന്നെ ആരൊക്കെയായിരിക്കണം മന്ത്രിമാർ എന്നതിനെക്കുറിച്ചുള്ള ഔദ്യോഗിക ചർച്ചയിൽ കൂടി ഇന്നത്തെ നേതൃയോഗം കടക്കും എന്നുള്ളതാണ്. നമുക്ക് ഇത്രയും ദിവസം വൈകിട്ടുണ്ട്. സാധാരണഗതിയിൽ മുമ്പ് തന്നെ ഇക്കാര്യത്തിൽ ധാരണകളിലേക്ക് എത്തേണ്ടതാണ്. പക്ഷേ മുഖ്യമന്ത്രി കാര്യത്തിൽ തീരുമാനമാത്തതുകൊണ്ടാണ് ലീഗിനും അത് ശങ്കിച്ച് നിൽക്കേണ്ട അല്ലെങ്കിൽ സമയം കളയേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. ഇനി എന്തായാലും ലീഗ് വളരെ പ്രിപ്പയർഡായിട്ട് പോകാൻ പോകുന്നു. എന്തായാലും ചില കൃത്യമായ സമീപനങ്ങൾ, കൃത്യമായ കാര്യങ്ങൾ ഒരു പക്ഷേ ഇന്നത്തെ യോഗത്തിന് ശേഷം ലീഗ് പറയും. അതോടൊപ്പം തന്നെ ലീഗിൻ്റെതായ പിന്നെ മന്ത്രിസ്ഥാന ചർച്ചകളിലേക്ക് കൃത്യമായി കടക്കുകയും ചെയ്യും ഇന്നത്തെ യോഗത്തിൽ. എന്തായാലും പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളും പി കെ കുഞ്ഞാലിക്കുട്ടും പി വി സലാമിനും ഒപ്പം തന്നെ പി വി അബ്ദുൽ വഹാബ്, അതോടൊപ്പം തന്നെ എം കെ മുനീർ, ഒരുപക്ഷെ അബ്ദുൽ സമദ് സമദാനി തുടങ്ങി ടി 3 വർഷം തുടങ്ങി പ്രധാനപ്പെട്ട നേതാക്കൾ മാത്രമായിരിക്കും ഈ നേതൃയോഗത്തിൽ പങ്കെടുക്കുക.